വാഴ എന്ന മൂവി തിയേറ്ററിൽ പോയി കണ്ടു. നമ്മളുടെ വിപിൻ ദാസ് അദ്ദേഹം തിരക്കഥ എഴുതി ആനന്ദ് മേനോൻ എന്ന ആൾ സംവിധാനം ചെയ്ത ചിത്രമാണ്. ചിത്രം ഒരു ഒന്നൊന്നര അടിപൊളി പടമാണ്. ഒരു സാധാ ഒരു ലൈഫ്, പക്ഷെ അത് വളരെ നല്ല രീതിയിൽ തന്നെ അതിൽ ഓരോരോ കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്തിട്ട് എടുത്തു വെക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ ലൈഫിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു അടിപൊളി നമ്മളെ കുട്ടിക്കാലത്ത് നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല കച്ചറ കളിച്ച് നടക്കുന്ന ഒരു 80% പോപ്പുലേഷൻ ആൾക്കാരുണ്ടാവും. എ സ്റ്റോറി ഓഫ് എ ബില്യൺ ബോയ്സ് എന്നുള്ള രീതിയിലാണ് അത്, അല്ലെങ്കിൽ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്നുള്ള രീതിയിലാണ് ഈ പടത്തിൻ്റെ ടൈറ്റിൽ അവർ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമാലിറ്റി, കോമൺ ആയിട്ടുള്ള ആൾക്കാർ 80% അല്ലെങ്കിൽ 90% വരുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ കുട്ടിക്കാലം, അവർ ജനിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ, അവരുടെ പാരൻസിന് അവരുടെ മുകളിലുള്ള എക്സ്പെക്റ്റേഷൻ, അവർ സ്കൂളിൽ പോയിട്ട് പഠനത്തിലൊക്കെ പുറകിലാവുന്നു, ഈ ബാക്ക് ബെഞ്ചേഴ്സായിട്ട് അവർ തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെ പരീക്ഷ എഴുതി പാസ്സാവുന്നു, എന്നാൽ പല സമയങ്ങളിലും അവർക്ക് പരീക്ഷ പാസ്സാവാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരേപോലെ ഒരേ വൈബിൽ പോകുന്ന 4 ചെറുപ്പക്കാർ, 4 പിള്ളേർ, അവരുടെ പിന്നെ കുട്ടിക്കാലം, ടീനേജ് പീരീഡ്, ഹൈസ്കൂൾ കാലഘട്ടം, അതേപോലെ തന്നെ +2 ലൈഫ്, കോളേജ് ലൈഫ്. ഇപ്പോൾ അവർ എൻട്രൻസ് എഴുതിയിട്ട് അവർക്ക് കിട്ടാതെ അവരുടെ പാരൻസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എൻജിനീയർ ആവാനായിട്ട് പോകുന്നു. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കൂടെ എത്തിപ്പെടുന്നതും ഒരുമിച്ചൊരു പോയിന്റിൽ. അപ്പോൾ ഈ പാരൻസിനൊക്കെ ഇവരെല്ലാവരും കച്ചറ കളിച്ച് നടക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, അവരുണ്ടാക്കുന്ന അടിപിടികൾ കാരണമുള്ള പ്രശ്നങ്ങൾ, ഇത് കാരണം അവരുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പാക്റ്റ് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അവർക്ക് ലൈഫിൽ എവിടെയും ഒന്നും എത്തിച്ചേരാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ പാരൻസിന് ഇവരെ മുകളിലുള്ള എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ, ഈ കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ഒരു പടത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരു സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരെ കാണിക്കുന്നതിന് പകരം അൺസക്സസ്ഫുൾ ആയിട്ടുള്ള 4 ആൾക്കാർ, അത് അവർ പറയുന്നത് എന്ന് പറഞ്ഞു വെച്ചാൽ അവർ ഈ മേജർ പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണെന്നുള്ള രീതിയിലാണ് കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മളെ സിനിമകളിലൊക്കെ മുമ്പും കാണിച്ചിട്ടുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പീപ്പിൾ ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം കാര്യങ്ങൾ, അവരുടെ ബാക്ക് സ്റ്റോറികൾ, കാര്യങ്ങൾ കാണിക്കുന്നിടത്ത് ഈ പടത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അൺസക്സസ്ഫുൾ പീപ്പിൾ, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ അടിപിടികൾ, പ്രശ്നങ്ങൾ, കുസൃതികൾ, വിഷമങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങൾ, പല ഇമോഷൻസ് അടിപൊളിയായിട്ട് എടുത്തു വെക്കാനായിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. ഇമോഷണൽ സീൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും മെഴുകാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ ഒരാളുടെ ഫാദറായിട്ട് അഭിനയിച്ചത് നമ്മൾ അസീസ് നെടുമ്പങ്ങാട് ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ആ റോള് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കോട്ടയം നസീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോട്ടയം നസീർ വേറെ ആളുടെ പാരൻ്റാണ്, അത് ഗംഭീര പെർഫോമൻസ് ആണ് അത് മൂപ്പര് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലെ ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജലസിംഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ സീരീസിൽ അതിനകത്തുള്ള ഒരു കൊമേഡിയൻ, നമ്മളുടെ ഗുരുവായൂർ അമ്പലനടയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഡോക്ടർ ജോർജ്, സൈക്കോ ക്യാരക്ടർ, മൂപ്പര് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന റോള് ഗംഭീരമാണ്. ജോമോൻ ജ്യോതിർ എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പര് ഈ പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീര ഒരു റോളാണ്. പിന്നെ പറയുകയാണെങ്കിൽ എടുത്ത് പറയുകയാണെങ്കിൽ അതിനകത്തുള്ള നല്ലൊരു പെർഫോമൻസ് ചെയ്തിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ഈ സിജുമോൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. സിജു സണ്ണി, അതാണ് മൂപ്പരുടെ ശരിക്കുള്ള പേര്. നമ്മളെ രോമാഞ്ചത്തിലൊക്കെ ഒരു കഞ്ചാവ് അടിച്ച് നടക്കണ, എപ്പോഴും ഹാൻഡ്സ് വെക്കുന്ന ഒരാളുണ്ടല്ലോ, അപ്പോൾ മൂപ്പര്, അത് പുള്ളിക്കാരൻ്റെ റോള് നല്ല രസമാണ്. നല്ല രീതിയിൽ ഇമോഷൻ സീൻസ് ആണെങ്കിലും അതേപോലെ തന്നെ കോമഡി സീൻസ് ആണെങ്കിലും ഒക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഈ സിജു സണ്ണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാളുള്ളത് അമിത് മോഹൻ എന്ന ആളാണ്. മൂപ്പരുടെ റോളും ഗംഭീരമായിട്ട് മൂപ്പര് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ യങ്സ്റ്റേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ സ്ട്രീമിലുള്ള ആക്ടേഴ്സേ അല്ല, സാധാ ആൾക്കാർ, അവരെ നല്ല രീതിയിൽ തന്നെ ഈ പടത്തിൽ യൂസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ. പിന്നെ ഇതിനകത്തൊരു പഠിപ്പിസ്റ്റായിട്ട് അഭിനയിക്കുന്നത് നമ്മളെ സാഫ് ബ്രദേഴ്സിലെ സാഫ് ബോയിലെ സാഫ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനാണ്, ആ ടോളായിട്ടുള്ള പയ്യൻ. മൂപ്പര് നല്ലൊരു ക്യാരക്ടർ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. മൂപ്പര് പഠിക്കുന്നത് കാരണം ഇവരോടുള്ള ഒരു ശത്രുത, ബാക്കിയുള്ള ഗ്യാങ്ങിന് അതിനിവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് അവരെ പിന്നെ സ്കൂൾ കാലഘട്ടം മുതൽ ഹൈസ്കൂൾ പീരീഡ്, പിന്നെ അതേപോലെ തന്നെ +2 ലൈഫ്, കോളേജ് ലൈഫ് പീരീഡിൽ എത്രമാത്രം പേര് തമ്മിലുള്ള അടിപിടികൾ, അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ എടുത്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്റർവെല്ലിന്റെ മുമ്പ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട് കോളേജിൽ വെച്ചിട്ടുള്ള, ഗംഭീര എഫക്റ്റ് രീതി കിട്ടുന്ന രീതിയിൽ, നല്ല ഇമ്പാക്റ്റ് വരുന്ന രീതിയിലാണ് ആ അടിപൊളി ഫൈറ്റ് സീനുകളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. സെക്കൻഡ് ഹാഫും നല്ല രീതിയിൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലും ആ പടത്തിൽ നമുക്കിങ്ങനെ ഉൾക്കൊണ്ടിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിൽ തന്നെ തോന്നും. ഇത് ശരിക്കും ഫീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CBSE ഒന്നും പഠിക്കാതെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആൾക്കാർക്ക് ഈ പടം ശരിക്കും ഒരു ഫെസ്റ്റിവൽ തന്നെ ആയിരിക്കും. നല്ല നൊസ്റ്റാൾജി ആയിരിക്കും. അതേപോലെ തന്നെ എന്താ പറയുക, അതിനകത്ത് നല്ലോണം നമുക്ക് എൻഗേജ് ചെയ്യാനും ഈ പടം കഴിയുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
അപ്പോൾ ഈ പല പല പിന്നെ പടങ്ങൾ ഇപ്പോൾ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ കുട്ടിക്കാലത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, അതേപോലെ സ്കൂൾ ലൈഫ് പീരീഡ് കാണിക്കുന്നത്, അങ്ങനെ ഈ ഇപ്പം അടുത്ത് ഇറങ്ങിയ പടങ്ങളിൽ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് ഇറങ്ങി പോരാൻ പറ്റുന്ന രീതിയിൽ പടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറി കാണുന്നത് എങ്ങനെയാണോ അതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് ഒരു നോർമലായിട്ടുള്ള ഒരു 80% പോപ്പുലേഷനിലെ ആൾക്കാർ, അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫിൽ ഇമ്പാക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എടുത്തു വെക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർ ആനന്ദ് മേനോന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പടത്തിൻ്റെ ഒരു ത്രെഡ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ ഒരു ത്രെഡ് വെച്ചിട്ട് അത് അങ്ങോട്ട് എലാബറേറ്റ് ചെയ്തിട്ട് ഗംഭീരമായിട്ട് എടുത്തു വെക്കാനായിട്ട് മൂപ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പടത്തിൻ്റെ ഒരു സ്കോർ പറയുകയാണെങ്കിൽ ഒരു 8 to 8.5, 8 or 8 കൊടുക്കാൻ പറ്റും 10 നമുക്ക്. അത്രക്കും നല്ല രീതിയിലുള്ള ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള, തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത് കൊണ്ട് ഒരു നഷ്ടവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഗംഭീര പടം, അതാണ് വാഴ.